കോഴിക്കോട് നാദാപുരം പേരോട് MIM HSSൽ വിദ്യാർത്ഥിക്ക് മർദ്ദനം. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല, താടി വടിച്ചില്ല എന്നാരോപിച്ച് സീനിയർ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. +1 വിദ്യാർത്ഥിയുടെ തല പിടിച്ച് ചുമരിലിടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിന്റെ അടിപിടിയുടെയൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴാണ് ഈ മർദ്ദനം ഉണ്ടായത്? ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്ത് നടപടി ഉണ്ടായി? അക്ഷയ, കോഴിക്കോട് നാദാപുരത്തെ MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് 18-നാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായിട്ടല്ല MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെയൊരു റാഗിങ്ങിനെ തുടർന്ന് മർദ്ദനമുണ്ടാവുന്നത്. നേരത്തെയും അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുമാണ്. ഇതിപ്പോൾ +1-ലെ ഒരു വിദ്യാർത്ഥി പരീക്ഷ നടക്കുന്നുണ്ട്. പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിൽ എത്തിയതായിരുന്നു. ആ സമയത്താണ് +2-ലെ ഇവരുടെ സീനിയർ വിദ്യാർത്ഥികളായുള്ള +2-ലെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഇത്തരത്തിൽ അതിൻ്റെ കാരണമാണ് എല്ലായ്പ്പോഴും നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നത്. ഷർട്ടിൻ്റെ ബട്ടൺ ഇടാത്തത്, അതുപോലെ തന്നെ താടി പൂർണ്ണമായി വടിച്ചു വരാത്തത്, ഇതൊക്കെയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ കാരണം. ഇത് ചോദ്യം ചെയ്യുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ വാക്കുതർക്കമായി. പിന്നീട് കൈകൾ ബാക്കിലേക്ക് പിടിച്ചു വെച്ച് മർദ്ദിച്ചു, ഒരുപാട് മർദ്ദിച്ചു. പിന്നീട് സ്കൂളിന്റെ തന്നെ ചുവരിൽ അമർത്തി മുഖമുരച്ചു, തലയ്ക്ക് പരിക്കേൽപ്പിച്ചു. ഈ രീതിയിലായിരുന്നു മർദ്ദനം എന്നാണ്, പരിക്കേൽപ്പിച്ചത് എന്നാണ് നാദാപുരം പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം. ഈ 4 വിദ്യാർത്ഥികൾക്കെതിരെയും ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. BNS പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇപ്പോൾ പരീക്ഷാ കാലമാണ്, എല്ലാവർക്കും പരീക്ഷ നടക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ബാക്കി കൂടുതൽ നടപടികളിലേക്ക് ഈ സമയത്ത് കടന്നിട്ടില്ല. ഇനി പരീക്ഷാ കാലം കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുമെന്നൊക്കെയാണ്. എന്തായാലും ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു സംഭവം ഈ സ്കൂൾ കേന്ദ്രീകരിച്ചുണ്ടാവുന്നത്. നേരത്തെയും ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഇത് വീണ്ടും ഇങ്ങനെ ഈ റാഗിംഗ് പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അക്ഷയ. ഇംതിയാസ് കരീം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.